പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 55. അവൻ വന്നപ്പോൾ എല്ലാവരും കൂടി എന്താ ഒരുമിച്ച് വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെയൊരു കാര്യം അവൻ അറിയുന്നത്. അവൻ്റെ കണ്ണുകളും ഇപ്പോൾ പുറത്തു വരുമെന്ന പോലെ ആയിപ്പോയി. അമ്മുവിനെ ചേർത്ത് പിടിച്ചാണ് അവൻ അവളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. കിച്ചു പതിയെ പുറത്തേക്കിറങ്ങി. അവിടെ കണ്ണനും അച്ചുവും മനുവും കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയി. അവിടെ ഇപ്പോൾ മനുവിനെ കളിയാക്കുന്ന തിരക്കിലായിരിക്കും എന്നവന് മനസ്സിലായി. അവൻ പതിയെ അങ്ങോട്ട് നടന്നു. കിച്ചു അങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിളാവുന്ന സ്വഭാവമല്ല, ഒതുങ്ങിയ സ്വഭാവമാണ്. പക്ഷേ അവന് പരിചയമുള്ള ആളുകളോട് അവൻ നന്നായി സംസാരിക്കും. മനുവായിട്ട് ഒരു ഏട്ടനനിയൻ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ്. എന്നാലും എൻ്റെ ഏട്ടാ, നിങ്ങൾ ഇത്ര ഫാസ്റ്റായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല, കിച്ചു അവനോട് പറഞ്ഞു. ആഹാ, വന്നോ? ഇനി നീ കൂടി ഉണ്ടായുള്ളൂ എന്നെ ഊക്കാൻ. അതുകൂടി കഴിയട്ടെ ഇനി, മനു ദയനീയമായി പറഞ്ഞു. കിച്ചു അതിന് ചിരിച്ചു. എനിവേ കൺഗ്രാറ്റ്സ് മാൻ. കിച്ചു അവനെ ചേർത്ത് പിടിച്ചു. ഇനി നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് കിച്ചു? കണ്ണൻ ഗൗരവത്തിൽ അവനോട് ചോദിച്ചു. ഞാനെന്ത് ചെയ്തു അതിന്? കിച്ചു സാധാരണമായി തിരികെ കണ്ണനോടും ചോദിച്ചു. ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് കിച്ചു. നിന്റെ ജീവിതം ഇങ്ങനെ നിരാശാകാമുകനായി കളയാനുള്ളതാണെന്ന് കരുതിയിരിക്കുവാണോ നീ? ഏട്ടാ, ഇത്രയും നാളെ ഞാൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇനിയും സംസാരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് ചിലപ്പോൾ നിന്റെ ജീവിതത്തെ ബാധിച്ചേക്കാമെന്ന് കരുതിയാണ് ഇപ്പോഴെങ്കിലും ഞാനിത് പറയുന്നത്. മനുവും നീയും തമ്മിൽ ശരിക്കും ഒരു സുഹൃത്തുക്കളെ പോലെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവൻ പറഞ്ഞാൽ നീ അനുസരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനുവും നീയും തമ്മിൽ വെറും 3 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇനി നിനക്കും ഒരു ലൈഫ് തുടങ്ങാനുള്ള സമയമായി കിച്ചു. കണ്ണൻ ഗൗരവത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. മതി, നീ മനസ്സിലാക്കി നിനക്കായിട്ട് തന്നെ ഒരു ലൈഫ് തുടങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ടും നീ അതിന് മുതിരണം. ഇനിയും വൈകരുത്, കണ്ണൻ അവനെ ഓർമ്മപ്പെടുത്തി. അന്ന് രാത്രി അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അതിനുശേഷം എല്ലാവരും തിരികെ സന്തോഷത്തോടെ തന്നെയാണ് വീട്ടിലേക്ക് വന്നതും. കാരണം അമ്മുവും മനുവും ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നേരിട്ട് അവരോട് ചോദിച്ചില്ല എങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെയൊരു കാര്യം കൊണ്ട് അതിലും ഒരു ഉറപ്പായി അവർക്ക്. ഇന്ന് നല്ല ദിവസമായിരുന്നു അല്ലേ കണ്ണേട്ടാ? രാത്രി ഉറങ്ങാനായി കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ ശ്രീ ചോദിച്ചു. ആണോ, അങ്ങനെ തോന്നിയോ? അവൻ തിരികെ ചെറിയ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു. തോന്നി. ഇന്ന് നല്ല ദിവസമായിരുന്നു. എന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്, സമാധാനം തോന്നുന്നുണ്ട്, അവൾ അവനോട് സൗമ്യമായി പറഞ്ഞു. അവൻ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൻ അവളുടെ മൂർധാവിൽ ചുംബിക്കുന്നുണ്ട്. ശ്രീ അങ്ങനെ തന്നെ അവനിലേക്ക് ചേർന്ന് കിടന്നു. മനുവിനും എനിക്കും ഒരേ പ്രായമാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ശബ്ദം കേട്ട് അതിനിപ്പോൾ എന്താണെന്ന രീതിയിൽ ശ്രീ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അല്ല, അവന് 2 കുട്ടികളായി. ഞാനിപ്പോഴും പരിശുദ്ധനാണെന്ന് പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞതും ശ്രീ അവൻ്റെ നെഞ്ചിലായി തന്നെ അമർത്തി ഒന്ന് കടിച്ചു. ആ, കണ്ണൻ ശബ്ദമുണ്ടാക്കി. മിണ്ടാതെ കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ ഇനിയും കടിക്കും. അങ്ങനെ പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തലവെച്ച് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു. കണ്ണൻ വരാൻ വൈകിയത് കൊണ്ട് തന്നെ കിടക്കാനും വൈകി. കണ്ണൻ വീണ്ടും എന്തൊക്കെയോ ലാപ്പിൽ കുത്തിപ്പണിയുന്നത് കണ്ട് ശ്രീ കട്ടിലിലേക്ക് കിടന്നു. ക്ഷീണം കാരണമോ എന്തോ അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു. പാർവതി. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവളെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ഉറക്കത്തിൽ എന്ന പോലെ അവൾ വിളി കേട്ടു. അവൾ ഉണർന്നിട്ടില്ല എന്നവന് മനസ്സിലായി. ഉറക്കത്തിൽ തന്നെ വിളി കേൾക്കുന്നതാണ്. എൻ്റെ പാർവതിക്ക് 1000 പിറന്നാൾ ആശംസകൾ. ചെവിയുടെ അരികിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നിശ്വാസം വന്ന് പതിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. ഉറക്കത്തിൽ തന്നെയാണ് ഇതെല്ലാം അവൾ കാണിക്കുന്നത് എന്നവന് മനസ്സിലായി. പാർവതി. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പെട്ടെന്ന് അവളൊന്ന് കണ്ണു തുറന്നു. മുന്നിൽ അവനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴാണ് അവൻ മുന്നേ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നിയത്. ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. കണ്ണേ. അവൾ അവനെ വിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചത് തടഞ്ഞു. ശേഷം അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് മുത്തി മാറി. ശ്രീ അവനെ കണ്ണുമിഴിച്ചു നോക്കി. ഹാപ്പി ബർത്ത്ഡേ. അവൻ്റെ വശ്യത തീർത്ത ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് അലയടിച്ചു. ശ്രീ അവനെ ഒന്ന് കണ്ണുയർത്തി നോക്കി. അടുത്ത നിമിഷം അവളുടെ ശ്രദ്ധ ചുറ്റുമൊന്ന് തിരിഞ്ഞു. മുറിയിലെ ലൈറ്റുകളൊക്കെ ഓഫാണ്. പക്ഷേ നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ടേബിളിൽ ഒരു കുഞ്ഞു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടേബിളിൽ നിറയെ ചുവന്ന റോസാപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അന്തം വിട്ട് നോക്കിയിരിക്കുന്ന അവളെ അവൻ കൈനീട്ടി വിളിച്ചു. ശ്രീ അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു. അവളെ ടേബിളിൻ്റെ പിന്നിലേക്ക് നിർത്തി അതിൻ്റെ പിന്നിലായി അവനും നിന്നു.
അവളുടെ കൈ പിടിച്ച് ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചു. ശബ്ദവും അനക്കവും ഒന്നുമില്ല, നിശബ്ദമായിരുന്നു. അവിടെ ആകെ കേട്ടിരുന്നത് ചെറിയ രീതിയിലുള്ള പാട്ട് മാത്രം. പാട്ടിന്റെ ഈണത്തേക്കാൾ അതിന്റെ വരികൾ രണ്ടുപേരുടെയും മനസ്സിനെ തൊട്ടുണർത്തിയിരുന്നു. അവൾ കേക്ക് എടുത്ത് അവന്റെ നേർക്ക് നീട്ടി. അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് അവൻ അവളുടെ നേർക്കും നീട്ടി. കണ്ണൻ അവൾ അതിറക്കും മുന്നേ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. സ്ത്രീ ആകെ കുളിർന്നു പോയി. ശരിക്കും ഒരു സ്വപ്നലോകത്ത് നിൽക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇത്ര നേരം നടന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ താൻ ഏതോ മിഥ്യാലോകത്താണ് എന്നാണ് അവൾക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലാണെന്നതുപോലെ. അവൻ അവളുടെ അധരങ്ങളിലെ മധുരവും കേക്കിന്റെ മധുരവും ഒരുപോലെ നുണഞ്ഞു. ഏതോ നിമിഷം അവളും അവന്റെ അധരങ്ങളെ തിരികെ ഒന്ന് നുണഞ്ഞു. അവന്റെ അടിവയറിൽ തീയാളും പോലെ തോന്നി. ആദ്യമായിട്ടാണ് അങ്ങനെയൊരു അനുഭവം. അവന് വല്ലാത്ത കുളിര് തോന്നി. ആദ്യത്തെ അനുഭവം, അവളിനാൽ ചുംബിക്കപ്പെടുക. അവനിലെ ആവേശം കൂടി. ഇടുപ്പിലൂടെ അവളെ കൈയിട്ട് പിടിച്ച് അവൻ അവളുമായി കട്ടിലിലേക്ക് അമർന്നു. അപ്പോഴും രണ്ടുപേരുടെയും ചുണ്ടുകൾ ഇണചേർന്ന് തന്നെ നിലകൊണ്ടു. ഇരുവരും ഇതുവരെ ഇല്ലാത്തതുപോലെ വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു. അവൻ അവളിലേക്ക് കൂടുതൽ കൂടുതൽ അമർന്നു പോയി. അവളുടെ കൈകൾ അവന്റെ ദേഹത്ത് അയഞ്ഞും മുറുകിയും നിലകൊണ്ടു. അവൾക്ക് ശ്വാസം തടസ്സമാകേണ്ട എന്ന് കരുതി അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അവളിൽ നിന്ന് എഴുന്നേറ്റ് മാറി അവൻ നേരെ പോയി ഓരോ മെഴുകുതിരികളായി ഊതി അണച്ചു. അവൾ അത് നോക്കി അങ്ങനെ കിടന്നു. ഓരോ മെഴുകുതിരി അണയ്ക്കുമ്പോഴും അവൻ അവളെ നോക്കി. മെഴുകുതിരി നാളത്തിൽ പ്രകാശിക്കുന്ന അവന്റെ പൂച്ച കണ്ണുകളിൽ അവളുടെ നോട്ടം കുടുങ്ങിക്കിടന്നു. അവൾക്ക് അവനോട് എന്തൊക്കെയോ പറയാൻ തോന്നി. അവനെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നി. തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്താൻ അങ്ങനെ എന്തെല്ലാമോ. ഒടുവിൽ അവസാനത്തെ മെഴുകുതിരി കൂടി അണച്ചതും മുറിയിലാകെ നിലാവിന്റെ വെളിച്ചം മാത്രം ബാക്കിയായി. അവൻ ബെഡിന്റെ സൈഡിലുള്ള ഡിം ലൈറ്റ് ഓണാക്കി. ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു മാറ്റുന്നവനെ അവൾ കണ്ണെടുക്കാതെ അങ്ങനെ തന്നെ നോക്കിക്കിടന്നു. അവളിൽ എന്തെല്ലാമോ ആഗ്രഹങ്ങൾ ആ സമയം കൊണ്ട് തന്നെ വന്ന് നിറയാൻ തുടങ്ങിയിരുന്നു. അവളുടെ നോട്ടം അവനിൽ വശ്യമായി വന്ന് പതിച്ചു. ഷർട്ട് അഴിച്ച് അവൻ നിലത്തേക്കെറിഞ്ഞു. ശേഷം അവളുടെ മേലേക്കൊന്ന് അമർന്നുകൊണ്ട് അവളുടെ മുകളിലായി കൈകുത്തി നിന്നു. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഐ നീഡ് യു. അവന്റെ നിശ്വാസം കലർന്ന വശ്യതയാർന്ന ശബ്ദം. അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാനോ നീങ്ങാനോ ശ്രമിച്ചില്ല. ഈ നിമിഷം അതിപ്പോൾ അവനിലും കൂടുതലായി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ചെറുതായി അവളിൽ നിന്ന് ഉയർന്ന് അകന്നു നിന്നിരുന്ന അവന്റെ അധരങ്ങൾ അവൾ കിടക്കയിൽ നിന്നൊന്ന് ഉയർന്നു വന്ന് ചുംബിച്ചു. ചുംബനം പതിയെ പതിയെ മറ്റു പലതിലേക്കും വഴിമാറി. ഗതി മാറി ഒഴുകിയ പുഴ പോലെ അവൻ അവളിൽ അലഞ്ഞു തിരിഞ്ഞു. ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് രണ്ടുപേരും ഒറ്റ ശരീരമാകാൻ ഇഴുകിച്ചേർന്നു. അവളുടെ കുറുകലുകളും നിശ്വാസങ്ങളും ആ മുറിയിൽ ഉയർന്നു കേട്ടു. അവന്റെ ഉയർന്ന ശബ്ദത്തിലുള്ള ശ്വാസനിശ്വാസങ്ങളും അവിടെ ഇടതടവില്ലാതെ പ്രതിഫലിച്ചു. അവന്റെ കരങ്ങളാൽ അവളുടെ ദേഹത്തുള്ള ഉടയാടകളെല്ലാം ഓരോന്നോരോന്നായി അഴിഞ്ഞു വീണു. ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവൾ അവനെ തടയാൻ ശ്രമിച്ചില്ല. കൂടുതലായി അവനെ തന്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചു. ഇടയ്ക്ക് അവളുടെ കൈവിരലുകളിലെ നഖങ്ങൾ അവന്റെ ദേഹത്ത് പോറൽ വീഴ്ത്തി. പക്ഷേ അതൊരിക്കലും അവൻ അവളിൽ നിന്ന് പിന്മാറാനുള്ളതായിരുന്നില്ല. അതവനെ കൂടുതൽ ആവേശത്തിൽ അവളെ പ്രാപിക്കാനുള്ള ശക്തിയാണ് കൊടുത്തത്. അവന്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ എല്ലായിടത്തും പാഞ്ഞോടി നടന്നു. ഇടയിലെപ്പോഴോ അവളുടെ ചുണ്ടുകളും അവന്റെ ശരീരത്തെ തേടിയെത്തിയിരുന്നു. ഒടുവിൽ പരസ്പരം എപ്പോഴോ ചൂട് പകർന്നു കിടന്ന് രണ്ടുപേരും ഒരേ ശരീരമായി തീർന്നു. മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവളുടെ ദേഹത്തുള്ള പോറലുകളും മുറിപ്പാടുകളും അവന് കാണാനാകുന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം അവന്റെ ചുണ്ടുകൾ മരുന്നായി മാറി. അവളെ തെല്ലുപോലും ഒരു നഖത്തിന്റെ പോറല് കൊണ്ടുപോലും വേദനിപ്പിക്കാതെയാണ് അവൻ സ്വന്തമാക്കി തീർത്തത്. ഏറ്റവും ഒടുവിൽ അവളെ എല്ലാ അർത്ഥത്തിലും തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ അവന് ലോകം തന്നെ കീഴടക്കിയ സന്തോഷമാണ് തോന്നിയത്. താൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് ഇന്ന് പൂർണ്ണമായും തന്റെ മാത്രം സ്വന്തമായിരിക്കുന്നു എന്ന സന്തോഷം അവനിൽ അലയടിച്ചു. അവൾക്കും അത് അനിർവചനീയമായ നിമിഷമായിരുന്നു. ഇരു ശരീരങ്ങളും ഒന്നായി അത്രയും അടുത്ത് കട്ടിലിൽ അങ്ങനെ ഒന്നിച്ചു പുണർന്ന് ഒരു പുതപ്പിൻ കീഴിൽ കിടക്കുമ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ സന്തോഷവും സമാധാനവും മാത്രമായിരുന്നു. കണ്ണന് അവളെ എത്ര അടക്കി ചേർത്ത് പിടിച്ചിട്ടും മതി വരാത്ത പോലെ തോന്നി. വീണ്ടും വീണ്ടും അവളെ വാരിപ്പുണർന്നു. സ്ത്രീ ആണെങ്കിൽ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. കാരണം ഈയൊരു നിമിഷം അവൻ തന്നെ സ്വന്തമാക്കുമെന്നുള്ളത് അവളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു. ഇന്ന് രാവിലെ നാളെ തന്റെ പിറന്നാളാണെന്ന കാര്യം താൻ ഓർത്തിരുന്നു. പക്ഷേ അതിവിടെ ആർക്കും അറിയില്ലല്ലോ എന്ന് കരുതി ആരോടും പറഞ്ഞില്ല. എങ്കിലും ചിലപ്പോഴെങ്കിലും കണ്ണനിതറിയാനാകുമെന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടും സ്ഥായി ഭാവമായ ഗൗരവത്തിൽ തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ കണ്ടിട്ട് അവനിങ്ങനെ ഒരു കാര്യം ഓർമ്മയുള്ളതായിട്ട് തോന്നിയില്ല. തൻ്റെ വയറിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന അവൻ്റെ വിരലുകളുടെ ചലനമറിഞ്ഞതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. നിമിഷനേരം കൊണ്ട് അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. കണ്ണേട്ടാ, അവൾ അവനെ ശകാരത്തോടെ വിളിച്ചു. അങ്ങനെയല്ല,
നേരത്തെ വിളിച്ചതുപോലെ വിളിക്ക്. അവൻ കൈ തലയിൽ ചേർത്ത് കിടന്ന് അവളെ നോക്കിക്കൊണ്ട് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. ശ്രീ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്നെ കളിയാക്കിയാൽ ഞാൻ മിണ്ടില്ല. അവൾ അവനിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ വീണ്ടും പുതപ്പിനടിയിലൂടെ അവളെ തന്നിലേക്ക് തന്നെ ചേർത്തു കിടത്തി. രണ്ട് നഗ്നമായ ശരീരങ്ങളും ഒരുമിച്ച് ചേർന്നതും പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു കുളിര് രണ്ടുപേരുടെ ദേഹത്തു കൂടെയും കടന്നുപോയി. ശ്രീ അങ്ങനെ തന്നെ മുഖം താഴ്ത്തി കളഞ്ഞു. നാണമാണോ? കണ്ണൻ അവളുടെ കുങ്കുമം വാരി വിതറിയതുപോലെയുള്ള മുഖത്തേക്കൊന്ന് തലകുനിച്ചു നോക്കി. അവൾ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക് കണ്ണനെ നോക്കാനും മറ്റുമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. പക്ഷേ അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ണൻ അവളുടെ നാണവും വെപ്രാളവും ഒക്കെ മാറ്റിക്കൊടുത്തിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഫാമിലിയിൽ എല്ലാവരും വിളിച്ച് ചെറിയ രീതിയിലൊരു ഫംഗ്ഷനൊക്കെ നടത്തി. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. കേക്ക് കൊടുത്തു കഴിഞ്ഞതും കണ്ണൻ ഒരു ഗിഫ്റ്റ് ബോക്സ് ശ്രീയുടെ നേരെ നീട്ടി. ബാക്കി എല്ലാവരും അവൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിരുന്നു. കണ്ണൻ മാത്രം അവൾക്കൊന്നും കൊടുത്തില്ല. കണ്ണൻ്റെ ഗിഫ്റ്റ് കാത്തിരുന്നത് പോലെ അവൾ അഴിച്ചു നോക്കി. ചെറിയൊരു മാലയും പെൻഡൻറ്റും അതിന് മാച്ചായിട്ടുള്ള രീതിയിലുള്ള മോതിരവും കമ്മലും ഒക്കെ അടങ്ങിയ ഒരു സെറ്റായിരുന്നു അവൻ അവൾക്ക് വേണ്ടി സമ്മാനിച്ചത്. അവൻ തന്നെ അവൾക്കത് അണിയിച്ചു കൊടുക്കുകയും ചെയ്തു. കണ്ണൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് മനു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നത്. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഗിഫ്റ്റാണ്. മനു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള ചെറിയൊരു പാക്കറ്റ് രണ്ടുപേരുടെ നേർക്കും നീട്ടി. രണ്ടുപേരും ഒരുമിച്ച് തന്നെ അത് തുറന്നു നോക്കി. രണ്ടുപേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റായിരുന്നു. മാൽദീവ്സിലേക്കോ? അത് മാൽദീവ്സിലേക്കുള്ള ടിക്കറ്റാണെന്ന് കണ്ടതും ദേവു ഉറക്കെ ചോദിച്ചു. 2 ആഴ്ച കഴിഞ്ഞുള്ള ദിവസത്തേക്കുള്ള ടിക്കറ്റായിരുന്നു. കണ്ണൻ മനുവയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അച്ചുവും ഹിമയും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു കാര്യം എല്ലാവരോടുമായി പറയാനുണ്ട്. രണ്ടുപേരും ഗൗരവത്തോടെ മുന്നിലേക്ക് വന്നു. എല്ലാവരും എന്താണെന്നറിയാൻ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. വി ആർ പ്രഗ്നൻറ്റ്. രണ്ടുപേരും ഒരുപോലെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നൊരു നിമിഷം എന്താണവർ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. എന്ത്? എല്ലാവരും ഒരുപോലെ ചോദിച്ചു. ഹിമ പ്രഗ്നൻ്റ് ആണെന്ന് അച്ചു വേഗം പറഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ശ്രീയും ദേവുവും ഹിമയെ ശരിക്കും കളിയാക്കി. കണ്ണനും മനുവും കിച്ചുവും ചേർന്ന് അച്ചുവിനെയും നല്ല രീതിയിൽ തന്നെ കളിയാക്കി. അങ്ങനെ സന്തോഷത്തിനിടയിൽ ഇരട്ടി മധുരം എന്നതുപോലെ ആ ദിവസവും കടന്നുപോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.